കലുഷിതമായ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെക്കുറിച്ച് പലപ്പോഴും നാം ആശങ്കയിലാണ്. എങ്ങനെയാണ് നമ്മുടെ മക്കളെ നേർവഴിയിലേക്ക് നടത്തുക എന്നതിനെക്കുറിച്ച് ഓരോ ഉമ്മയും ബാപ്പയും സദാ ആശങ്കയോടുകൂടിയാണ് ജീവിക്കുന്നത്. നമ്മുടെ മക്കൾ നന്നായില്ലെങ്കിൽ, നമ്മുടെ മക്കൾ മോശമായി പോയാൽ അതിനാൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് മാതാപിതാക്കളായ നാം ഓരോരുത്തരും തന്നെയാണ്. ഓരോ ദിവസത്തെയും വാർത്താ മാധ്യമങ്ങൾ തുറക്കാൻ പോലും പേടിക്കുന്ന തരത്തിൽ ചെറിയ മക്കൾ MDMA-ക്കും കഞ്ചാവിനും അതുപോലെ വഴിവെട്ട ജീവിതത്തിനും അടിമപ്പെടുന്ന വിഷമകരമായ വാർത്തകളാണ് പലപ്പോഴും നാം കേൾക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ എങ്ങനെയാണ് നാം കൃത്യമായി റബ്ബിനെ പേടിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കുന്ന നല്ലൊരു മോനായി നല്ലൊരു മോളാക്കി വളർത്താൻ കഴിയുക എന്ന് നാം പലപ്പോഴും ആലോചിക്കാറുണ്ട്. എല്ലാ സമയങ്ങളിലും നമ്മുടെ മക്കളെ വീടിനുള്ളിൽ പൂട്ടിയിട്ട് വളർത്താനൊന്നും ഈ സാഹചര്യത്തിൽ നമുക്ക് കഴിയില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചിലതുണ്ട്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധമാണ് അവന്റെ ദുആ, അവന്റെ പ്രാർത്ഥന എന്നുള്ളത്. ലോകത്ത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത് മക്കൾ നന്നായ എത്രയോ അനുഭവങ്ങൾ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മഹാന്മാരായ പലരുടെയും ചരിത്ര ശകലങ്ങൾ പരിശോധിക്കുമ്പോൾ അവരുടെ ഉമ്മ നൽകിയ ഉപദേശങ്ങൾ, ഉമ്മ നൽകിയ പ്രാർത്ഥനകൾ, അതായിരുന്നു അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം സദാ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അവരിൽ നിന്ന് വല്ല വീഴ്ചകളും കണ്ടാൽ അവരെ ശപിക്കാൻ പാടില്ല. അത് കുട്ടികളാണെന്ന് മനസ്സിലാക്കി അവരിൽ നിന്ന് ആ തെറ്റിനെ അകറ്റി നിർത്താനുള്ള ഉപദേശങ്ങൾ നൽകി അവരെ ആ തെറ്റിൽ നിന്ന് മാറ്റി നിർത്തി അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് യഥാർത്ഥമായ ഒരു മാതാപിതാക്കളുടെ ലക്ഷണമാണ്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമതായി മാതാപിതാക്കൾക്ക് ഒരു ഇബാദത്തിന്റെ കൂലി ലഭിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ഇബാദത്തിന്റെ കൂലി ലഭിക്കുന്നു. രണ്ടാമത്തത്, നമ്മുടെ മക്കൾ നന്നാകുന്നു. നാം നിരന്തരമായി അള്ളാഹുവിനോട് ഇരുകരങ്ങളും നീട്ടി നാം ഖുർആൻ ഓതിയതിനു ശേഷം, ദിക്റുകൾ ചൊല്ലിയതിനു ശേഷം, സ്വലാത്തുകൾ ചൊല്ലിയതിനു ശേഷം നമ്മുടെ ഇരുകരങ്ങളും ഉയർത്തി നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വഴികേടിലായി പോകാതിരിക്കാൻ, അവർ സലാഹിയത്തിന്റെ നന്മയുടെ അഹ്ലുകാരായി മാറാൻ നാം സദാ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കാതിരിക്കുകയില്ല. അള്ളാഹു സ്വീകരിക്കും. കാരണം വേദനിക്കുന്ന ഖൽബിന്റെ നോവറിയുന്നവൻ അള്ളാഹു ആണല്ലോ. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അത് തട്ടിക്കളയുകയില്ലെന്ന് നബുവത്തിന്റെ ശറഫാക്കപ്പെട്ട നാവുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മാതാപിതാക്കൾ എപ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയെ കൊണ്ടാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇത്രയും വലുതായത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പഠനത്തിന് വേണ്ടി വിടുമ്പോൾ തന്നെ ഉമ്മ കൊടുക്കുന്ന ഉപദേശം കളവ് പറയരുത് എന്ന് പറഞ്ഞ് ഉപദേശിച്ച് ദുആ ചെയ്തു വിടുന്നത് കൊണ്ട് ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തുല്യതയില്ലാത്ത മഹാന്മാരിൽ ഉൾപ്പെട്ടു എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവരുണ്ടാകണം. അവരുണ്ടാകുമ്പോഴാണ് അവരുടെ നന്മ നമുക്ക് കണ്ടാസ്വദിക്കാൻ കഴിയുന്നത്. മാതാപിതാക്കളുടെ പ്രാർത്ഥനയിൽ മക്കൾ നിത്യമായി കടന്നുകൂടിയാൽ അവർ നന്നാവുന്നവരായി മാറും, അവർ നല്ലവരായി മാറും. അവരുടെ കൂട്ടുകെട്ടുകൾ നാം ശ്രദ്ധിക്കണം. നല്ലവരുമായി കൂടാനുള്ള സാഹചര്യങ്ങൾ നാം ഒരുക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, നമ്മുടെ ഇടപഴക്കങ്ങൾ എല്ലാം അള്ളാഹുവിന്റെ തൃപ്തിയിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തത്തിലുമാണെന്ന് നാം ഉറപ്പുവരുത്തണം. നമ്മളെ കണ്ടാണല്ലോ നമ്മുടെ മക്കൾ പഠിക്കുന്നത്. നല്ലത് നാം കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ആ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും അത് പ്രവർത്തിക്കാൻ സന്നദ്ധമാവുകയും ചെയ്യും. അള്ളാഹു നമ്മളെയും നമ്മളുടെ മക്കളെയും നല്ല സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെയെല്ലാം നല്ല മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മക്കളെ കൊണ്ട് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുന്ന നല്ല വിഭാഗത്തിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.